അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലെന്നും ബദരീങ്ങളോടും ഔലിയാക്കളോടും മുഹീദ്ദീൻ ഷെയ്ഖിനോടുമൊക്കെ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആറാഫിലെ 37-ാമത്തെ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ആയത്തുകൾ അഥവാ വചനങ്ങളെ വ്യാജമാക്കുകയോ ചെയ്തവനേക്കാൾ അക്രമി ആരാണ്? അവർക്ക് ഗ്രന്ഥത്തിൽ നിന്നുള്ള അവരുടെ ഓഹരി കിട്ടുന്നതാണ്. അങ്ങനെ അവസാനം അവരെ പിടിച്ചെടുക്കുവാനായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുക്കൽ വരുമ്പോൾ ദൂതന്മാർ പറയും, നിങ്ങൾ അള്ളാഹുവിന് പുറമെ പിടിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവ എവിടെ പോയി? അവർ മറുപടി പറയും, അവർ ഞങ്ങളെ വിട്ടു മറഞ്ഞുപോയി. തങ്ങൾ അവിശ്വാസികളായിരുന്നുവെന്ന് തങ്ങൾക്കെതിരെ തന്നെ അവർ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു പറയും, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുവിൻ. ഓരോ സമുദായവും അതിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അതിൻ്റെ സഹോദര സമുദായത്തെ അത് ശപിക്കുന്നതാണ്. അങ്ങനെ അവർ മുഴുവനും അതിൽ പരസ്പരം കൂട്ടിയാൽ അവരിൽ അവസാനത്തവൻ ആദ്യത്തവനെ കുറിച്ച് പറയും, ഞങ്ങളുടെ അബ്ബേ, ഇക്കൂട്ടം ഞങ്ങളെ വൈപിയപ്പിച്ചിരിക്കുന്നു. അതിനാൽ അവർക്ക് നരകത്തിൽ നിന്നും ഇരട്ടി ശിക്ഷ നീ കൊടുക്കണമേ. അവൻ പറയും, എല്ലാവർക്കുമുണ്ട് ഇരട്ടി, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. അവരിൽ ആദ്യത്തവർ അവസാനത്തവരോട് പറയും, അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ആകയാൽ നിങ്ങൾ പ്രവർത്തിച്ചു സമ്പാദിച്ചിരുന്നതിൻ്റെ നിമിത്തം നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുവിൻ. നിശ്ചയമായും നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കുകയും അവയെപ്പറ്റി അഹംഭാവം നടിക്കുകയും ചെയ്തവർ അവർക്ക് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടുകയില്ല. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് വരേക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്രകാരം അത്രേ കുറ്റവാളികൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. വലിയ കൂട്ടും സോട്ടുമിട്ട് ഉസ്താദുമാരെ പിൻപറ്റുന്നവർ ശ്രദ്ധിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക.